തിരുവനന്തപുരം ചിറയൻകീഴ് വലിയട ജംഗ്ഷനിലായിട്ടാണ് നമുക്കിതാ ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. ടോട്ടലായിട്ട് 5.5 സെൻറ്റിൽ 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന പൂർണ്ണമായിട്ടും ഇഷ്ടികയിലും തേക്കും തടിയിലും ഈട്ടിയിലും നിർമ്മിച്ച വീടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്കുള്ളത്. ഈ വീട് വന്നിട്ട് ഏകദേശം ഒരു 5 വർഷം പഴക്കമുള്ളൊരു വീടാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ വലിയട ജംഗ്ഷനിൽ നിന്ന് ശാർക്കര റൂട്ടിലേക്ക് ഒരു 10-200 മീറ്റർ വരുമ്പം തന്നെ വലത്തോട്ട് കാണുന്ന വഴി ശ്രീ അണ്ണംവിളാകം മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള ഒരു ആർച്ചയൊക്കെ വെച്ചിരിക്കുന്നത് കാണാം. ആ റോഡ് അകത്തേക്ക് കയറി ഒരു 2 വളവ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി. എന്നുവെച്ചാൽ നല്ല അടിപൊളി കൊട്ടാരം കണക്കൊരു വീടാണ്. ഇത് ശരിക്കും 3 നിലയിലായിട്ടുള്ള വീടാണ്. നമുക്ക് ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞ് വീണ്ടും മേളിലേക്ക് നമുക്ക് വലിയൊരു ഹാളും ഓപ്പൺ ടെറസും ഒക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. എന്തായാലും വീട്ടിനകത്തേക്ക് കയറി ആ ദൃശ്യങ്ങൾ കാണിച്ചു തരാം. നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിയുടെ വീതി വന്നിട്ട് അത്യാവശ്യം വീതിയുണ്ട്. പക്ഷേ ഇടയ്ക്ക് 2 വളവുകൾ തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് വലിയ വണ്ടി കയറി വരാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇന്നോവയൊക്കെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ആ വളവുകൾ തിരിഞ്ഞ് വരുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് വരും. എന്തായാലും ഇതിനകത്തേക്കുള്ള ബാക്കി ദൃശ്യങ്ങൾ കാണാം. നമുക്കിതാ ഈ കാണുന്ന പോലെ അത്യാവശ്യം നല്ലൊരു മുറ്റമുണ്ട്. 2 വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്ഥലം കിട്ടും. വീടിന് ചുറ്റുവട്ടമാണെങ്കിലും നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നമുക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് അവരുടെ കുടുംബ വീടാണ്. അപ്പോൾ ഈ മതിൽ നമുക്ക് അടച്ചെടുക്കുന്നുണ്ടാവും. ഈ രീതിയിലാണ് വീടിൻ്റെ ചുറ്റുവട്ടം വരുന്നത്. വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണറുണ്ട്. കിണർ വെള്ളമാണ് നമുക്ക് വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. മുൻവശത്തുള്ള വാതിലൊക്കെ നോക്കി നല്ല വലിയ വാതിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കട്ടളയായാലും വാതിലായാലും എല്ലാം തന്നെ തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത്. അകത്തേക്ക് കയറി വരുമ്പോൾ നല്ല വലിയൊരു ലിവിങ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് കാണുന്ന തടിപ്പണികളെല്ലാം തന്നെ നമുക്കിപ്പോൾ സാധാ ജനലിൻ്റെ കട്ടളയായാലും അതിൻ്റെ പാളികളായാലും എല്ലാം തന്നെ തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ലിവിങ് സ്പേസ് വരും. വലിയൊരു ഹാളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഗ്രാൻഡ് ആയിട്ടിരിക്കാനുള്ള സ്ഥലമുണ്ട്. ഇതിൻ്റെ ഈ സ്റ്റേഴ്സിൻ്റെ റെയിലിംഗ് ഒക്കെ നോക്കി ഇതെല്ലാം ഈട്ടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെയാണ് നമ്മളെ ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ്ങിൽ നമുക്ക് അത്യാവശ്യം വലിയൊരു ഷെൽഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് പോലെ വലിയൊരു ഷെൽഫാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കട്ട്ലറീസോ സാധനങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് വെക്കാൻ സാധിക്കും. കിച്ചൺ വരുന്നത് ഇതുപോലെ ഒരു ഓപ്പൺ കൗണ്ടർ പ്രൊവൈഡ് ചെയ്തിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചണിൽ ഫുള്ളായിട്ട് വർക്കെല്ലാം ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞതുപോലെ ഈട്ടിത്തടിയിലും തേക്കിലും ഒക്കെയാണ് നമുക്ക് ഈ കാണുന്ന വർക്കുകളെല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുള്ളത്. ഓൾറെഡി വലിയൊരു ഹോബെല്ലാം ഇൻസ്റ്റാൾഡ് ആണ്. ഫേവറിൻ്റെ ഹോബെല്ലാം ഇൻസ്റ്റാൾഡ് ആണ്. ഇവിടെ നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാൻ സാധിക്കും. ഈ ഭാഗത്തെല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത്. ബെഡ്റൂം ആയാലും അതിൻ്റെ ബാത്റൂം ആയാലും എല്ലാം വളരെ സ്പേഷ്യസ് ആണ്. കാരണം ഏകദേശം 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന അത്യാവശ്യം വലിയൊരു വീടാണ്. സെറയുടെ ഫിറ്റിങ്സ് ആണ് നമുക്കിതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ ഫ്ലോറിംഗ് എല്ലാം ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റിലാണ്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം ഇന്ന് പുത്തൻ കണ്ടീഷനിൽ തന്നെ ഇരിപ്പുണ്ട്. നമുക്കിതാ ഈ കാണുന്ന പോലെ ഒരു കോമൺ ബാത്റൂമും വരുന്നുണ്ട്. നമ്മുടെ ഈ സ്റ്റേഴ്സൊക്കെ നോർമലി കാണുന്നതിൽ നിന്നും കുറച്ചുകൂടെ വീതിക്കാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എല്ലാം വലിയ വലിയ ജനൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ പ്രകാശം ഉള്ളിലേക്ക് വരും. നമുക്കിതാ ഈ ഒരു ഫ്ലോറിലേക്ക് വരുമ്പോൾ 3 ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 3 ബെഡ്റൂംസ് ആണ് വരുന്നത്. ഇതാ ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം. റൂമുകളിലൊക്കെ AC ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഫർണിച്ചർ എല്ലാം ഓൾറെഡി അവൈലബിൾ ആണ്. ഫർണിച്ചർ ചേർത്ത് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ഉടമയോട് സംസാരിക്കാവുന്നതാണ്. തടിയിൽ തന്നെ വലിയൊരു കബോർഡ് ചെയ്തിട്ടുണ്ട്. അത് പോയിട്ട് നമുക്ക് ഈ ബെഡ്റൂമിന് ഇങ്ങനെ ഒരു സ്പേസ് വരുന്നുണ്ട്. ഇതുപോലെ ജനലൊക്കെ വെച്ചിട്ടുള്ളൊരു സ്പേസ്. ഇവിടെ TV യൂണിറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് TV യൂണിറ്റ് അല്ല, ശരിക്കും നമ്മുടെ CCTVയുടെ കണക്ഷനാണ്. അപ്പോൾ ബെഡ്റൂമിൽ ഇരുന്ന് തന്നെ നമുക്കതെല്ലാം വാച്ച് ചെയ്യാൻ സാധിക്കും. ഇതിനാണെന്നുണ്ടെങ്കിൽ ബാത്ത് അടക്കം വരുന്ന രീതിയിൽ വലിയൊരു ബാത്റൂം സൗകര്യമാണ് ഈ ഒരു ബെഡ്റൂമിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിന് മുൻവശത്തേക്ക് ഇങ്ങനെ ഒരു ബാൽക്കണി ഏരിയയും വരുന്നുണ്ട്. ഇപ്പോൾ കുറേ നാളായിട്ട് അവർ തുറക്കാണ്ട് ഇട്ടിരുന്നതുകൊണ്ടാണ് കാക്കയും പ്രാവും ഒക്കെ വന്നിരുന്ന് ഈ രീതിയിലാക്കിയിട്ടുള്ളത് കേട്ടോ. അടുത്ത 2 ബെഡ്റൂംസ് ഈ രീതിയിലാണ് വരുന്നത്. 2ഉം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂംസ് തന്നെയാണ്. ഇതിലായാലും എല്ലാ സാധനവും തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം കാണാം. എല്ലാം സിമിലറാണ്. ബാത്റൂമൊക്കെ നോക്കി ഇങ്ങനെ ഓടി ഇറന്ന് കളിക്കാനുള്ള സൗകര്യം ഇതിനകത്തുണ്ട് കേട്ടോ. സെറയുടെ ഫിറ്റിങ്സ് ആണ്. എല്ലാം പുത്തൻ കണ്ടീഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ ഇതുപോലെ വലിയൊരു ഹാളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ എന്തെങ്കിലുമൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ഈ സ്പേസ് നമുക്ക് പ്രയോജനപ്പെടുത്താം. ഇവിടെ നിന്ന് പിൻവശത്തേക്ക് ഇതുപോലൊരു ഓപ്പൺ ടെറസ് ഉണ്ട്. ഈ ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ കവേർഡ് ആയിട്ടുള്ള സ്പേസ് ആണ്. അതായത് ഇതുപോലെ വാർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴ നനയത്തൊന്നുമില്ല. ഇവിടെ നമുക്ക് തുണിയെല്ലാം ഉണങ്ങാനിടാനുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട്. ഇത് പോകെ നമുക്ക് മുൻവശത്ത്
വലിയൊരു ഓപ്പൺ ടെറസിലേക്ക് കൂടെ എൻട്രി വരുന്നുണ്ട്. ഇതാ ഈ കാണുന്ന പോലെ വലിയൊരു ഓപ്പൺ സ്പേസ് ഉണ്ട്. ഇവിടെ ആയിട്ട് വാട്ടർ ഹീറ്ററും സോളാർ വാട്ടർ ഹീറ്ററും കാര്യങ്ങളും സ്ഥാപിച്ചിട്ടുമുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം വരുന്നത്. വലിയയുടെ ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടി വരേക്കും കഷ്ടിച്ചൊരു 250-300 മീറ്റർ കേട്ടോ. ആ രീതിയിലാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകാവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ. എല്ലാവിധ സൗകര്യങ്ങളും ചുറ്റുവട്ടത്തുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റൽസ് ആയാലും ബാങ്കുകളായാലും എല്ലാ സൗകര്യവും നമുക്ക് ചിറയൻകീഴ് പ്രോപ്പർ ടൗണിൽ തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കാം. നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില 85 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷന് സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്.